Morning all. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണ റേഡിയോളജി ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ അതില് കഴിഞ്ഞ ക്ലാസ്സില് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ അല്ലെ. അപ്പൊ റേഡിയേഷൻ പ്രൊട്ടക്ഷനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് അല്ലെ. എടുത്തത്ര ഓർമ്മയുണ്ടോ? വായിക്കുന്നുണ്ട് എല്ലാവരും? വായിച്ചു നോക്കുന്നുണ്ടോ? ഓക്കെ, then നോക്കാം. നെക്സ്റ്റ് വൺ നോക്കുന്നത് മെഷർ ടു ബി ടേക്കൺ ഫോർ പ്രൊട്ടക്ഷൻ അല്ലെ. അതായത് നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടി നമുക്കറിയാം റേഡിയേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് കെയറിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ട ഒരു കാര്യമാണ് അല്ലെ. നമുക്കതുകൊണ്ടാണ് ആ ഒരു ഏരിയ കുറച്ച് ഒറ്റപ്പെട്ട ഒരു ഏരിയയിലോട്ടൊക്കെ ആക്കുന്നത് അല്ലെ. സോ നമുക്ക് അത്യാവശ്യം പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. അപ്പോ measure to be taken for protection അല്ലെ. അതായത് എന്താണ്, നമുക്ക് പ്രൊട്ടക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്ന് നോക്കാം. ഫോർ പബ്ലിക്, ഫോർ സ്റ്റാഫ്സ്, അതായത് എന്താണ്, പബ്ലിക്കിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, അതുപോലെ തന്നെ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം ഫോർ പബ്ലിക് അല്ലെ. പബ്ലിക്കിന് വേണ്ടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു നോക്കാം. ഫോർ പബ്ലിക്, ഒപ്റ്റിമൈസേഷൻ ഓഫ് എക്സ്റേ ഓഫ് CT ഡോസ് അല്ലെ. ഒപ്റ്റിമൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അളവിൽ കൊടുക്കാൻ, അതായത് നമ്മൾ എക്സ്റേ ചെയ്യുമ്പോഴും CT സ്കാൻ ഒക്കെ നമ്മള് കമ്പ്യൂട്ടർ ടോമോഗ്രാഫി, CT സ്കാൻ ഇങ്ങനെയുള്ള ചെയ്യുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഡോസിൽ കൊടുക്കുക. അതായത് അത് ചെയ്യുമ്പോൾ അതിനൊരു അളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അതായത് എക്സ്റേ നൽകുമ്പോഴും അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു അളവുണ്ട്. ഒരു പേഷ്യന്റിൽ നമുക്ക് എത്ര ഇതിലാണ് അതിന്റെ ഡോസും കാര്യങ്ങളും ചെയ്യണേന്ന്. സോ ആ ഒരു അളവിലെ കൃത്യമായിട്ടുള്ള ഒരു ഡോസ് നമ്മൾ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് തന്നെ പേഷ്യന്റിന് കൊടുക്കാം. കാരണം അതിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ രോഗിക്ക് ചിലപ്പോൾ അത് ഇഫക്ട് ചെയ്യും, എന്തെങ്കിലും അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. സോ പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി കൃത്യം അളവിൽ തന്നെ എന്ത് ചെയ്യാം, എക്സ്റേയും അതുപോലെ തന്നെ CTയുടെ ഒക്കെ ഡോസ് കൃത്യ അളവിൽ നൽകുക. Then second one, shielding of patient parts അല്ലെ. ഷീൽഡിംഗ് എന്ന് വെച്ചാൽ എന്താ മീനിങ്? ഷീൽഡ് ചെയ്യുക. ഷീൽഡ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്, ഒരു കവചം അല്ലെ. അതായത് ഒരു കവചം കൊടുക്കുക. ഇപ്പോ നമ്മൾ എക്സ്റേ ഒക്കെ ചെയ്യുമ്പോഴേ ആ ഒരു ഭാഗം മാത്രം ഓപ്പൺ ചെയ്ത് വെക്കും അല്ലെ. അതായത് ഇപ്പൊ എവിടെയാണോ, ഇപ്പൊ നമുക്ക് മീൻസ് നമുക്ക് ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എക്സ്റേ എടുക്കുന്നത് ഏത് ഏരിയ ആണോ ആ ഏരിയ മാത്രം ഓപ്പൺ ആക്കിക്കൊണ്ട് മറ്റു ഭാഗങ്ങൾ ഒരു പ്രൊട്ടക്ഷൻ മറച്ചു വെക്കാന്നൊക്കെ പറയില്ലേ. അതായത് നമ്മുടെ എക്സ്റേയുടെ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എവിടെയാണോ നമ്മളുടെ ബോഡി പാർട്ടില് എവിടെയാണോ എക്സ്റേ എടുക്കേണ്ടത് ആ ഒരു ഭാഗം മാത്രം ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് മറ്റു ഭാഗങ്ങൾ എന്ത് ചെയ്യാം, മറച്ചു വെക്കുക, ഷീൽഡ് ചെയ്യുക, ഒരു കവചം. ഷീൽഡ് ഓഫ് പേഷ്യന്റ് പാർട്സ്. മൂന്നാമതായിട്ട് നോക്കാം, പീരിയോഡിക് കാലിബ്രേഷൻ ഓഫ് മെഷീൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ അല്ലെ. പീരിയോഡിക് കാലിബ്രേഷൻ ഓഫ് മെഷീൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. മെഷീൻസുകൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാം, പരിശോധിക്കുക. അതായത് മെയിൻ്റെനൻസ് ഒക്കെ നടത്താതെ. ഇപ്പോ എക്യുപ്മെന്റുകൾ ഡെയിലി യൂസബിൾ ആയിട്ടുള്ള എക്യുപ്മെന്റുകളാണ്. സോ അത് വർക്കബിൾ ആണോ, ഇടയ്ക്ക് നമ്മൾ ഒന്ന് എന്താ പറയാ, ഒന്ന് ജസ്റ്റ് ഇപ്പൊ നമ്മള് ഒന്ന് സർവീസിനൊക്കെ കൊടുക്കുന്നറിയില്ല. ഇപ്പൊ നമ്മുടെ വീട്ടിലെ സിസ്റ്റം, കമ്പ്യൂട്ടർ സിസ്റ്റം ആണെങ്കിലും ഇടയ്ക്കൊന്ന് നമ്മളൊന്ന് സോഫ്റ്റ്വെയർ ഒക്കെ ഒന്ന് മാറ്റി ഒന്ന് എന്ത് ചെയ്യും, ഒന്ന് റിഫ്രഷ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യും. എക്യുപ്മെന്റ്സ് ഒക്കെ ചിലപ്പോൾ ഒന്ന് സർവീസിനൊക്കെ കൊടുക്കുക. ഓക്കെ, പീരിയോഡിക് കാലിബ്രേഷൻ ഓഫ് മെഷീൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. എന്താണ് ക്വാളിറ്റി കൺട്രോൾസിന് വേണ്ടിയിട്ട് നമ്മൾ മെഷീൻസുകൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പരിശോധിക്കുക, അതിനുള്ള അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യുക. ഫോർത്ത് വൺ, reduce the time spent near the X-ray source അല്ലെ. reduce the time spent near the X-ray source. എക്സ്റേ ഉറവിടത്തിന് സമീപം ചിലവഴിക്കുന്ന സമയം കുറയ്ക്കാൻ പേഷ്യൻസിന്, അതായത് ആ ട്രീറ്റ്മെന്റിന് വേണ്ടി എക്സ്റേ എടുക്കാൻ വേണ്ടി മാത്രം ആ ഒരു കുറച്ച് ടൈം മാത്രം എക്സ്റേ മെഷീന്റെ അവിടെ പേഷ്യൻസിനെ കൊണ്ടുവരാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ സമയം അധികം നേരം പേഷ്യൻസിനെ അതിനെ ചിലവിടാതിരിക്കുക അല്ലെ. എക്സ്റേ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം കുറച്ച് ഇൻഫെക്ഷൻസും അല്ലെങ്കിൽ റേഡിയേഷൻസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് ആ ഒരു ടൈമിന് മാത്രം ആ പ്രോസസ്സിന് വേണ്ടി മാത്രം പേഷ്യന്റിന് അതിനടുത്ത് സമയം ചിലവഴിക്കാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ എന്ത് ചെയ്യാം, പേഷ്യൻസിന് പുറത്തേക്ക് വിടാം. ഓക്കെ, ഇത്രയുമാണ് ഫോർ പബ്ലിക്. സോറി, അവിടെ പേഷ്യൻസ് എന്ന് ആക്കണം കേട്ടോ.
പബ്ലിക് അല്ല പേഷ്യൻസ് എന്ന് നോക്കാം കേട്ടോ. പബ്ലിക്കും പേഷ്യൻസ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എങ്കിലും ഒന്ന് ബ്രാക്കറ്റിൽ വേണമെങ്കിൽ ഒന്ന് പേഷ്യൻസ് എന്ന് എഴുതാം കേട്ടോ. ബ്രാക്കറ്റില് പേഷ്യൻസ് എന്ന് എഴുതാം. എഴുതിയോ? ബ്രാക്കറ്റില് പേഷ്യൻസ് എന്നാക്കാം. പബ്ലിക് എന്ന് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് പേഷ്യൻസിന് തന്നെയാണ്. എങ്കിലും ഒന്നും കൂടി നമുക്ക് ക്ലിയർ ആവണമെങ്കിൽ പേഷ്യൻസ് എഴുതാം. ഓക്കെ. അപ്പോ 4 കാര്യങ്ങളാണ് പേഷ്യൻസിന് വേണ്ടി നമുക്ക് പ്രൊട്ടക്ഷൻ ചെയ്യുന്നത്. ഒപ്റ്റിമൈസിങ് എക്സ്റേ ഓഫ് CT ഡോസ്, പിന്നെ എന്ത് ചെയ്യാ, ഷീൽഡ് കവചം കൊടുക്കുക, ദെൻ മെഷീൻസ് അറ്റകുറ്റപ്പണികൾ നടത്താം, ദെൻ എന്ത് ചെയ്യാ, എക്സ്റേയുടെ അടുത്ത് സമയം പരമാവധി കുറയ്ക്കുക. ഓക്കെ. നോക്കാം 4 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഫോർ പബ്ലിക് വായിച്ചു നോക്കാം. 4 പോയിന്റ് വായിക്കാം. ഒപ്റ്റിമൈസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൽകുക അല്ലെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. ഒപ്റ്റിമൈസേഷൻ മീൻസ് കറക്റ്റ് അളവിൽ കൊടുക്കുക, നൽകുക. ഓക്കെ. ഏത് പോയിന്റ് ആണ് ക്ലിയർ ആവാത്തത്? പേഷ്യൻസിന് ഒരു റേഡിയേഷൻ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട പ്രൊട്ടക്ഷൻസ് ആണ് അവിടെ പറയുന്നത്. ക്ലിയർ ആയോ? അതായത് ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്? കൃത്യമായിട്ടുള്ള അളവ്. ഫോർത്ത് പോയിന്റ് എന്താണ്? റെഡ്യൂസ് പെൻ നിയർ ദ എക്സ്റേ സോഴ്സ്. അതായത് ഒരു പേഷ്യന്റിന് ഈ എക്സ്റേക്ക് മുന്നിൽ വെക്കുന്ന സമയം മീൻസ് അത് റെഡ്യൂസ് ചെയ്യണം. അതായത് ആവശ്യത്തിന് മാത്രം, ഇപ്പൊ എക്സ്റേ എടുക്കാനായിട്ടുള്ള ഒരു കുറച്ച് ടൈം മാത്രം എന്ത് ചെയ്യാം, പേഷ്യൻസിന് എക്സ്റേ ആ ഒരു സോഴ്സിന് മുന്നിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് ആളെ നമുക്ക് മാറ്റാം. അതായത് അധികം നേരം എക്സ്റേ മെഷീന്റെ അവിടെ ഒരു പേഷ്യന്റിനെ നമ്മൾ മോണിറ്റർ ചെയ്യാൻ പാടില്ല. ഓക്കെ. ക്ലിയർ ആയോ? കംപ്ലീറ്റ് ചെയ്തോ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഫോർ സ്റ്റാഫ്. ഇനി സ്റ്റാഫുകൾക്കുള്ള പ്രൊട്ടക്ഷൻസ്. നമുക്ക് പേഷ്യൻസിന് മാത്രം പോരാ, മറിച്ച് ആ റേഡിയേഷനുമായിട്ട് ബന്ധപ്പെടുന്ന സ്റ്റാഫുകൾക്കും പ്രൊട്ടക്ഷൻ ആവശ്യമാണ് അല്ലെ? അപ്പൊ എന്തൊക്കെയാണ് പ്രൊട്ടക്ഷൻസ് എന്ന് നോക്കാം. സ്റ്റാഫുകൾക്കായുള്ള പ്രൊട്ടക്ഷൻസ്. ആഡിക്വേറ്റ് ഡിസ്റ്റൻസ് ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട് 3 മീറ്റർ അല്ലെ? ആഡിക്വേറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മെഷീൻ ആൻഡ് കൺട്രോൾ പാനൽ. കൺട്രോൾ പാനലും മെഷീനും തമ്മിൽ ഒരു 3 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. കൺട്രോൾ പാനൽ എന്ന് വെച്ചാൽ എന്താണ്? അത് കൺട്രോൾ ചെയ്യുന്ന മെഷീൻസിന്റെ എക്യുപ്മെന്റ്. സോ കൺട്രോൾ പാനലും മെഷീനും തമ്മിൽ 3 മീറ്റർ അകലം ഉണ്ടായിരിക്കുക. Then lead apron, gloves and goggles during the time positioning in the patient. അല്ലെ? അതായത് സ്റ്റാഫ് പേഷ്യൻസിനെ കിടത്തുമ്പോൾ, അതായത് പേഷ്യൻസിനെ കൊണ്ട് നമ്മൾ റേഡിയേഷൻ റൂമിൽ വന്ന് കിടത്തുമ്പോൾ സ്റ്റാഫുകള് ലീഡ് എപ്രോൺ, എപ്രോൺസ് ധരിക്കുക. എപ്രോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ഏപ്രിൻ എന്നൊക്കെ പറയും അല്ലെ? നമ്മള് മീൻസ് ഒരു സുരക്ഷാ ഡ്രസ് പോലെ. എപ്രോൺസ് എന്ന് വെച്ചാൽ നമ്മള് കിച്ചണിലൊക്കെ കുക്കിംഗ് ചെയ്യുമ്പോഴൊക്കെ ഇടാവില്ലേ ഏപ്രിൻ? മീൻസ് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അഴുക്കൊന്നും വരാതിരിക്കാനായിട്ട് ഏപ്രിൻ ധരിക്കാറുണ്ട് അല്ലെ? അത് തന്നെയാണ് അപ്രോൺസ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അപ്രോൺസ് ധരിക്കുക. അതുപോലെ ഗ്ലൗസ് അല്ലെ? കയ്യിലൊക്കെ നല്ല ഗ്ലൗസുകൾ ധരിക്കുക. Then goggles means കണ്ണടകൾ, മീൻസ് റേഡിയേഷൻ വികിരണങ്ങൾ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ aprons, gloves and goggles. നമ്മൾ പൊസിഷനിങ് ദ പേഷ്യന്റ്, പേഷ്യന്റിനെ നമ്മൾ കിടത്തുമ്പോൾ, രോഗികളെ കിടത്തുന്ന ടൈമിൽ, രോഗികളെ കൈകാര്യം ചെയ്യുന്ന ടൈമിൽ അപ്രോൺ ധരിക്കണം, ഗ്ലൗസ് ഇടണം, then കണ്ണടകൾ ധരിക്കണം. ഓക്കെ. Then മൂന്നാമത്തെ പോയിന്റ് നോക്കാം. യൂസേജ് ഓഫ് പേഴ്സണൽ ഡിസ്പ്ലേയിങ് ഡിവൈസസ്. യൂസേജ് ഓഫ് ഡിസ്പ്ലേയിങ് ഡിവൈസസ്, TLD, തെർമോലുമിനസെന്റ് ഡോസിമീറ്റർ. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. തെർമോലുമിനസെന്റ് ഡോസിമീറ്റർ, TLD. ഇനി ഡോസിമീറ്റർ
എന്താണ് ഡോസിമീറ്റർ എന്ന് നോക്കാം. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും ഡോസിമീറ്റർ? ഡോസിമീറ്റർ കേട്ടിട്ടുണ്ടോ? ഇല്ല. നോക്കാം എന്താണ് ഡോസിമീറ്റർ എന്ന് പറയുന്നുണ്ട്, അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഡോസിമീറ്റർ ഇൻസ്ട്രുമെന്റ് ദാറ്റ് മെഷർ exposure to ionizing radiation over a period. അണ്ടർലൈൻ ചെയ്യാം. ഡോസിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. that measure dosimeter is an instrument that measure exposure to ionizing radiation over a given period. അല്ലെ, അതായത് അയോണൈസിങ് റേഡിയേഷൻ ഒരു ഗിവൻ പീരീഡിൽ നൽകുന്ന റേഡിയേഷന്റെ അയോണൈസിങ് റേഡിയേഷന്റെ അളവ് അളക്കുന്ന ഉപകരണമാണ് ഡോസിമീറ്റർ. അതായത് നമ്മൾ പേഷ്യന്റിന് റേഡിയേഷൻ കൊടുക്കില്ലേ, ആ ഒറ്റ ടൈമിൽ ആ ഒരു പീരീഡിൽ നമ്മൾ എത്രത്തോളം ഉണ്ട് ആ ഒരു റേഡിയേഷൻ നൽകുന്നതിന്റെ അളവ്, ആ അയോണൈസിങ് റേഡിയേഷന്റെ അളവ് അളക്കുന്ന ഒരു ഉപകരണമാണ് ഡോസിമീറ്റർ. അണ്ടർലൈൻ ചെയ്യാട്ടോ, എക്സാമിന് ചോദിക്കാറുണ്ട് ഡോസിമീറ്റർ. നമ്മള് റേഡിയേഷൻ നൽകുന്ന അളവ് എത്രത്തോളമാണ് ഒരു പീരീഡില് ഒരു ടൈമില് റേഡിയേഷൻ എത്രത്തോളം നമ്മൾ നൽകുന്നുണ്ടെന്ന് അതിന്റെ അളവ്, അത് അളക്കുന്ന ഒരു അളവാണ്, അളക്കുന്ന ഒരു മെഷീനാണ് ഡോസിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ ഡോസിമീറ്റർ? Okay, then next point നോക്കാം. Monitoring radiation export every month. Monitoring radiation export every month. Export ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് എക്സ്പോഷർ മീൻസ് പ്രദർശനം. അതായത് എല്ലാ മാസവും ഇപ്പോ റേഡിയേഷൻ ഡിപ്പാർട്ട്മെന്റിലാകുമ്പോൾ എല്ലാ മാസവും മീൻസ് അത്യാവശ്യം പേഷ്യൻസുകൾ ഉണ്ടാകുമല്ലോ. അപ്പോ ഓരോ മന്തിലും എത്രത്തോളം റേഡിയേഷൻ നടന്നിട്ടുണ്ടെന്ന് മോണിറ്റർ ചെയ്യാം. അതായത് ഇപ്പൊ ഒരു മാസത്തിൽ തന്നെ നമ്മൾ എത്ര വട്ടം അവിടെ റേഡിയേഷൻ നടന്നിട്ടുണ്ട് ചെക്ക് ചെയ്യുക, ഒന്ന് മോണിറ്റർ ചെയ്യുക. ഇപ്പൊ ഒത്തിരി പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പൊ എങ്ങനെയാണ് ഒരു മാസത്തില് എത്ര വട്ടം നമ്മൾ അവിടെ റേഡിയേഷൻ പ്രോസസ് നടന്നിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, ഒന്ന് മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കുക. ഓക്കെ ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഫോർ സ്റ്റാഫുകൾക്കായിട്ടുള്ള പ്രൊട്ടക്ഷൻ എന്തൊക്കെയാണെന്ന് വായിക്കാം. ഡിസ്റ്റൻസ് 3 മീറ്റർ ഉണ്ടായിരിക്കണം. കൺട്രോൾ പാനൽ മെഷീൻ നമ്മൾ 3 മീറ്റർ ഉണ്ടായിരിക്കുക. ദെൻ പേഷ്യന്റിനെ കൈകാര്യം ചെയ്യുന്ന ടൈമില്ല എന്ത് ചെയ്യണം? സ്റ്റാഫ് അപ്രോൺസ് ധരിക്കുക, ഗ്ലൗസ് ധരിക്കുക, ഗൂഗിൾസ് ധരിക്കുക. ദെൻ ഡോസിമീറ്റർ, നമ്മൾ ഡോസിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഒരു പീരീഡിൽ എത്രത്തോളമാണ് റേഡിയേഷന്റെ അളവ് നമ്മൾ കൃത്യമായിട്ട് മെഷർ ചെയ്യുക. ലാസ്റ്റ് കൊണ്ട് പറഞ്ഞത് ഓരോ മന്തിലും എത്രത്തോളം റേഡിയേഷൻസ് അവിടെ നടക്കുന്നുണ്ടെന്ന് മോണിറ്റർ ചെയ്യും. ക്ലിയർ ആയോ 4 പോയിന്റ്? വായിച്ചു നോക്കാം. 4 പോയിന്റ് വായിക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? 4 പോയിന്റ് വായിച്ച എല്ലാവരും? ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ലാലോ? കുഴപ്പമില്ലല്ലോ? വായിച്ചിട്ട് ക്ലിയർ ആണോ 4 പോയിന്റ്? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം ഫോർ പബ്ലിക്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻസ്, സെക്കൻഡ് വൺ പറഞ്ഞത് സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻസ്. ഇനി നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത് ബാക്കി പൊതുജനങ്ങൾക്ക് പബ്ലിക്കിനായിട്ടുള്ള പ്രൊട്ടക്ഷൻസ് ആണ് പറയുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ, അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം ജനറൽ ട്രാഫിക്. അല്ലെ, അതായത് പൊതുവഴിയിലൊന്നും ആകരുത് ഈ ഒരു ഏരിയ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞു കുറച്ച് ഒറ്റപ്പെട്ട ഒരു ഏരിയയിലായിരിക്കും റേഡിയേഷൻ റൂം. അതായത് പൊതുജനങ്ങൾ അധികം ആളുകൾ ഇടപെടുന്ന ഒരു ഏരിയയിൽ ഇങ്ങനെയുള്ള ഒരു റേഡിയേഷൻ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് വെക്കാൻ പാടില്ല. ഡിസ്റ്റൻസ് ഫ്രം ജനറൽ ട്രാഫിക്.
യൂസ് വാർണിംഗ് ബോർഡ്സ് അല്ലെ, നമുക്കറിയാം വാർണിംഗ് ബോർഡ്സുകൾ വെക്കാറുണ്ട്. ഇപ്പോ എങ്ങനെയാണ് നമുക്കിപ്പോ ചെറിയ ബോർഡുകൾ പോലെയൊക്കെ ചെയ്യാറുണ്ട് അല്ലെ, വാർണിംഗ് സൈൻസ് അകത്ത് പ്രവേശിക്കരുത് എന്ന് പറഞ്ഞിട്ട് റേഡിയേഷൻ റൂം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോർഡുകൾ വെക്കുക. യെല്ലോ ഗ്ലോ സൈൻസ് ഫോർ റേഡിയേഷൻ ഏരിയ, യെല്ലോ കളറില തിളക്കമുള്ള സൈൻ ബോർഡുകൾ വെക്കണം. റേഡിയേഷൻ എന്നുള്ളത് കാണിച്ചിട്ടുള്ള യെല്ലോ കളറിലുള്ള തിളക്കമുള്ള സൈൻ ബോർഡുകൾ വെക്കുക. Then it is also needed that warning lights are clearly seen and lit when the X-ray machine behind the leaded door is discharging radiation to prevent unintentional entry into room without wearing radiation protection. എന്താണ് പറയുന്നത്? അതായത് റേഡിയേഷൻ റൂമിലേക്ക് അൺഇന്റൻഷണൽ ആയിട്ട്, അതായത് മനഃപൂർവ്വം അല്ലാതെ പെട്ടെന്ന് ഒരാൾ കയറി ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, അതും വിയറിംഗ് പ്രൊട്ടക്ഷൻ ഒന്നും ധരിക്കാതെ, നമ്മൾ പറഞ്ഞില്ലേ ഏപ്രോണോ അല്ലെങ്കിൽ ഗ്ലൗസോ ഗൂഗിൾസോ ഒന്നും ധരിക്കാതെ പെട്ടെന്ന് ഒരാൾ അറിയാതെ ഇതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അതിന്റെ ഡോറിന്റെ കണ്ടോ, ഡിസ്ചാർജിങ് റേഡിയേഷൻ ടു പ്രിവെന്റ്, മീൻസ് എക്സ്റേ മെഷീന്റെ അടുത്തൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഡോറിന് മുകളിലായിട്ട് ഒരു ലിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രകാശിക്കുന്ന, അതായത് ഒരു ബൾബ് വെക്കാന്ന്, അതായത് ഒരു യെല്ലോ കളറിലെ അല്ലെങ്കിൽ റെഡ് കളറിലെ ഒരു ബൾബ്, മീൻസ് ആ ഒരു ബൾബോടെ കത്തിക്കിടക്കണം. നമുക്ക് പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ എന്താണ് അവിടെ ലൈറ്റ് കത്തിക്കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ പ്രോസസ്സിംഗ്, മീൻസ് അവിടെ ഒരു റേഡിയേഷൻ ആണ് നടക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവണം. അപ്പൊ അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, മീൻസ് ഇതൊന്നും ധരിക്കാതെ പെട്ടെന്ന് ഒരാൾ ആ റൂമിലോട്ട് കയറി ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഡോറിന് മുകളിലായിട്ട് ഇങ്ങനെ എപ്പോഴും കത്തിക്കിടക്കുന്ന ഒരു ലൈറ്റ് നമ്മൾ വെക്കാണ്. ഇപ്പൊ റെഡ് കളറോ അല്ലെങ്കിൽ യെല്ലോ കളറാണ് പറയുന്നത് പ്രത്യേകം അല്ലെ, സയൻസിനൊക്കെ യെല്ലോ കളർ ആണല്ലോ. സോ നമ്മൾ കത്തിക്കിടക്കുന്നത് പ്രകാശിക്കുന്നത്, എപ്പോഴും ഒരു പ്രകാശം ഇവിടെ കത്തിക്കിടക്കണമെന്ന് ലൈറ്റ്. എന്തുകൊണ്ടാണ്? അപ്പൊ നമ്മള് പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ ഡോറിന്റെ മുകളിൽ, മീൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാകും, കണ്ടിട്ടുണ്ടോ റേഡിയേഷൻ ആ ഒരു ഡിപ്പാർട്ട്മെന്റ്? റെഡ് ലൈറ്റ് കണ്ടിട്ടുണ്ട്. റെഡ് ലൈറ്റ് കത്തിക്കിടക്കും, സൈൻ യെല്ലോ കളറിലായിരിക്കും, റെഡ് ആയിരിക്കും കൂടുതൽ കത്തിക്കിടക്കുന്നത്. അതായത് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ റെഡ് ലൈറ്റ് കത്തിക്കിടക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ നോർമലി അങ്ങനെ അകത്തേക്ക് പ്രവേശിക്കില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഒരു റെഡ് ലൈറ്റ് വെക്കുക, അതായത് മനഃപൂർവ്വം അകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ലാസ്റ്റ് ഒരു പിക്ചർ വന്നിട്ടുണ്ട് കേട്ടോ. ഹൈ റേഡിയേഷൻ ഏരിയനെ ഡിനോട്ട് ചെയ്തൊരു പിക്ചർ ആണ്. ഓക്കെ, റെഡ് കളർ സോറി യെല്ലോ കളർ ആണ് ഇത്, ലൈറ്റ് ഗ്ലിറ്ററിംഗ് ആയിട്ടുള്ള ഒരു തിളക്കമുള്ള ഒരു ഏരിയയിലാണ്, മീൻസ് ഒരു ഹൈ റേഡിയേഷൻ ആണ് അവിടെ നടക്കുന്നത് എന്നുള്ളൊരു സൂചനയാണ്. ഓക്കെ, നാലാമത്തെ പോയിന്റ് ക്ലിയർ ആയോ? അതായത് മനഃപൂർവ്വം നമ്മൾ അറിയാതെ പെട്ടെന്ന് അതിനകത്ത് ഉള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റ്, ഒരു സിഗ്നൽ പോലെ വെക്കാം ഡോർസിന്റെ മുകളിലായിട്ട്. ഓക്കെ, വായിച്ചു നോക്കുക കേട്ടോ. ഫോർ പബ്ലിക്കിനായിട്ടുള്ള 4 പോയിന്റ് വായിക്കാം. ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഫോർത്ത് പോയിന്റിൽ പറയുന്നത്, നമ്മൾ പെട്ടെന്ന് ഇപ്പൊ ഒരു റൂമിൽ ഡോർ തുറന്നിരിക്കാന്ന് വിചാരിക്കാം. അപ്പൊ നമ്മള് മീൻസ് നമുക്കറിയില്ല അത് റേഡിയേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണെന്നൊന്നും. അപ്പോ റേഡിയേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രവേശിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു എപ്രോൺ ധരിക്കണം, ഗ്ലൗസ് ധരിക്കണം, ഗൂഗിൾസ് ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ ഇതൊന്നും ധരിക്കാതെ പെട്ടെന്ന് മനഃപൂർവ്വമല്ല, നമ്മളറിയാതെ ചിലപ്പോൾ അത് എന്താണെന്ന് നോക്കാനായിട്ട് കയറി ചെല്ലണേയിരിക്കും. അപ്പൊ അങ്ങനെ കയറി പോകാതിരിക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യാം? ഒരു മീൻസ് ലൈറ്റിനിങ് സൗകര്യം ഉണ്ടാക്കണം. അതായത് ആ ഡോറിന് മുകളിലായിട്ട് നല്ല രീതിയിൽ കാണുന്ന രീതിയിൽ ഒരു റെഡ് ലൈറ്റ് സിസ്റ്റം, മീൻസ് റെഡ് ലൈറ്റ് കത്തിക്കിടക്കണം. അപ്പൊ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ റെഡ് ലൈറ്റ് കത്തുമ്പോ എന്തെങ്കിലും ഒരു സിഗ്നൽ ആണെന്ന് നമുക്കറിയാലോ. അപ്പൊ അങ്ങനെ കയറി പോകില്ല. അപ്പൊ അങ്ങനെ കയറി പോകാതിരിക്കാനായിട്ട് അങ്ങനെയുള്ള ഒരു വാർണിംഗ് ലൈറ്റ്സ് വെക്കുക. ക്ലിയർ ആയോ? ഓക്കെ,
ഓക്കെ, 4 പോയിന്റ് നോക്കിയില്ലേ? നെക്സ്റ്റ് നോക്കാം. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചു 4 പോയിന്റ്. ക്ലിയർ ആണോ? ലിറ്റ് എന്ന് വെച്ചാൽ പ്രകാശിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. ലിറ്റ് മീൻസ് പ്രകാശിക്കുക. ലൈറ്റ് കത്തിക്കിടക്കണമെന്ന് പറഞ്ഞില്ലേ? ഓക്കെ. Then last one നോക്കുക. The administration must make sure the following. ഇനി അഡ്മിനിസ്ട്രേഷൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന്, അതായത് ഹോസ്പിറ്റലിന്റെ മറ്റ് ഭരണാധികാരി ഡിപ്പാർട്ട്മെന്റ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കുക. Enlarging and consulting all radiology department policies and course of action for the radiology department. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ നയങ്ങളും അതുപോലെ തന്നെ പ്രോസസ്സും നടപടിക്രമങ്ങളും വിപുലീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യണം. ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേഷൻ നടപ്പാക്കേണ്ടതെന്നാണ് പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓരോ പോയിന്റും വായിക്കാം കേട്ടോ. ഫസ്റ്റ് വൺ നോക്കാം. Appointment system for ward patient should be planned that inpatients needed not have to wait excessively. എന്താണ് പറയുന്നത്? ഇൻപേഷ്യന്റ് എന്ന് വെച്ചാൽ ആരാണ്? നമ്മൾ ചാപ്റ്റർ എടുത്തത് ഓർമ്മയുണ്ടോ? ഇൻപേഷ്യന്റ് എടുത്തായിരുന്നോ? അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസുകൾ അല്ലെ? ഒന്നും കൂടി നോക്കാം. പോയിന്റ് ശ്രദ്ധിക്കാം. അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഫോർ വാർഡ് പേഷ്യന്റ് ഷുഡ് ബി സോ planned that inpatients need not have to wait excessively. എന്താണ് പറയുന്നത്? അതായത് കിടപ്പ് രോഗികൾ, അവിടെ അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവില്ലേ? ആ കിടപ്പ് രോഗികള് കാത്തിരിക്കേണ്ടി വരാത്ത വിധം, അതായത് അവര് കുറച്ച് അവശരായിട്ടുള്ളവരായിരിക്കുമല്ലോ കിടപ്പ് രോഗികൾ എന്ന് പറയുന്നത്. സോ അവർക്ക് അധികം വെയിറ്റിംഗ് ടൈം ഒന്നും വരാത്ത രീതിയിൽ രോഗികൾക്കായിട്ടുള്ള നിയമന സംവിധാനങ്ങൾ ആസൂത്രണം ചെയ്യണമെന്ന്. അധികം വെയിറ്റിംഗ് പാടില്ലാന്ന്. കിടപ്പ് രോഗികൾക്ക് അധികം വെയിറ്റിംഗ് കൂടാതെ തന്നെ പെട്ടെന്ന് തന്നെ റേഡിയേഷനും മറ്റുമുള്ള സൗകര്യങ്ങള് നമ്മൾ നടപ്പാക്കി കൊടുക്കുക അല്ലെ? മീൻസ് നമുക്കറിയാലോ, അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യന്റ് എന്ന് പറയുമ്പോൾ കുറച്ച് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും. സോ അവർക്ക് അധികം നേരം വെയിറ്റ് ചെയ്തിരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. സോ അത് പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കുക. അതായത് വാർഡിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ട് പ്രത്യേകം ആസൂത്രണം ചെയ്യുക, അവർക്ക് അധികം വെയിറ്റ് ചെയ്യാത്ത രീതിയിൽ. ഓക്കെ, സെക്കൻഡ് പോയിന്റ് നോക്കിയേ. ഡിപ്പാർട്ട്മെന്റ് ടൈമിംഗ്സ് ആർ ഫോളോഡ് അക്കോർഡിംഗ് ടു ദ ഹോസ്പിറ്റൽ പോളിസി. ആശുപത്രിയുടെ പോളിസി, ആശുപത്രി നിയമം അനുസരിച്ചിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റും സമയക്രമം പാലിക്കണം. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഇപ്പൊ മോർണിംഗ് 9 AM തുടങ്ങി ഈവനിങ് ഇത്ര ടൈം വരെ, ഇപ്പൊ റേഡിയേഷൻ ആയാലും അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നെങ്കിലും അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റും ഹോസ്പിറ്റലിന്റെ പോളിസി, ഹോസ്പിറ്റലിന്റെ നയം അനുസരിച്ചിട്ട് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ പാലിക്കുക. മൂന്നാമത്തെ പോയിന്റ് നോക്കാം. നോൺ എസെൻഷ്യൽ വെയിറ്റിംഗ് ടൈം ഷുഡ് ബി അവോയ്ഡഡ്. അതായത് അനാവശ്യമായിട്ടുള്ള സമയങ്ങൾ, കാത്തിരിപ്പ് സമയങ്ങൾ അവോയ്ഡ് ചെയ്യുക. അവോയ്ഡ് ചെയ്യുക എന്ന് വെച്ചാൽ അവോയ്ഡ് ചെയ്യുക, ഒഴിവാക്കുക. അതായത് അനാവശ്യമായിട്ട് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ്സ് പേഷ്യൻസിന് നൽകുക. വെറുതെ പേഷ്യൻസിന് അനാവശ്യമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കാതിരിക്കുക. അധികം വെയിറ്റിംഗ് ടൈം ഒക്കെ ഒഴിവാക്കുക. മാക്സിമം പെട്ടെന്ന് തന്നെ അവർക്ക് ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ നൽകുക. Then നാലാമത്തെ പോയിന്റ് നോക്കാം. പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ഓഫ് മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ് അല്ലെ? അതായത് പ്രിവെന്റീവ് മീൻസ് നിങ്ങൾ മെയിൻ്റെനൻസ് ചെയ്യാണ്, മെഷീൻസുകളും എക്യുപ്മെന്റുകളും മെയിൻ്റെനൻസ് ചെയ്യുക, അറ്റകുറ്റപ്പണികൾ നടക്കുക. പ്രിവെന്റീവ് എന്തിനെ പ്രിവെന്റ് ചെയ്യാനായിരിക്കും? ഇൻഫെക്ഷൻസും മറ്റൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഈ റേഡിയേഷൻ ചെയ്യുന്ന മെഷീൻസും എക്സ്റേ മെഷീനൊക്കെ ഇടയ്ക്കൊന്ന് സർവീസ് ഒക്കെ ചെയ്യുക, അറ്റകുറ്റപ്പണികള് മെയിൻ്റെനൻസ് ഒക്കെ നടത്തുക. ഫസ്റ്റ് 4 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കുക. അത്രയും ക്ലിയർ ആക്കിയിട്ട് അടുത്ത പോയിന്റ് പറയാം. ഓക്കെ, ആദ്യത്തെ 4 പോയിന്റ്, ആ 4 പോയിന്റിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എക്സസീവ്ലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പറയുന്നത്? കുറച്ചും കൂടി അവർക്ക് എന്താ ആ പോയിന്റ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം അവർക്ക് കൂടുതലും വെയിറ്റ് എക്സസീവ്ലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കാൻ, കാത്തിരിക്കാത്ത രീതിയിൽ, അധികം വെയിറ്റ് ചെയ്യാത്ത രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് തന്നെ അവർക്ക് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു അർത്ഥമാണ് ആ പോയിന്റിൽ പറയുന്നത്. അമിതമായിട്ടും മീൻസ് കാത്തിരിപ്പ് എക്സസീവ് എന്ന് വെച്ചാൽ എന്താണ്? അധികം എന്നുള്ളൊരു മീനിങ്. ഓക്കെ, കാത്തിരിപ്പ് മാക്സിമം കുറയ്ക്കുക. ഓക്കെ,
ഫോർത്ത് പോയിന്റ് എന്തായിരുന്നു? പ്രിവെന്റീവ് മെയിൻ്റെനൻസ്, അതായത് മെഷീൻസും എക്യുപ്മെന്റും. ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഒത്തിരി മെഷീൻസ് എക്യുപ്മെന്റുകളൊക്കെ ഉണ്ട്. അതെന്ത് ചെയ്യാം? ആവശ്യാനുസരണം അതിന് നമ്മൾ സർവീസ് ഒക്കെ ചെയ്യില്ലേ? ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ നമ്മളുടെ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ സർവീസ് ചെയ്യും ഇടയ്ക്കിടയ്ക്ക്. എന്തിനു വേണ്ടിയിട്ടാണ്? പൊടി കാര്യങ്ങളൊക്കെ ഒന്ന് നീക്കം ചെയ്യാനും മറ്റ് ഇൻഫെക്ഷൻ ഒക്കെ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്നതല്ലേ ഈ ഉപകരണങ്ങള്. അപ്പൊ അത് ഒന്ന് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യാം, ഇൻഫെക്ഷൻസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ? ക്ലിയർ ആണോ 4 പോയിന്റ്? ഓക്കെ, കംപ്ലീറ്റ് ചെയ്ത് എല്ലാവരും. നെക്സ്റ്റ് നോക്കാം, അടുത്ത പോയിന്റ് നോക്കാം കേട്ടോ. The radiology department must maintain an effective working relationship with the medical staff, the administration and other hospital department and services. അതായത് റേഡിയോളജി വിഭാഗം must maintain effective working relationship. അപ്പോ റേഡിയോളജി വിഭാഗം മെഡിക്കൽ സ്റ്റാഫ്, മറ്റു മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ടും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റും മറ്റ് സേവനങ്ങളുമായിട്ട് ഒരു നല്ലൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം. അതായത് ഒരു നമ്മള് പല പല ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ ഒരു കോപ്പറേറ്റ് ചെയ്ത് പോകാന്ന് പറയില്ലേ, അതുപോലെ ഒരു പരസ്പര ബന്ധം ഉണ്ടായിരിക്കണം എന്ന്. അല്ലാതെ ഇത് വേറിട്ട് നിൽക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കരുത്, മറിച്ച് ആ ഒരു വിഭാഗം മറ്റു ഡിപ്പാർട്ട്മെന്റുകളായിട്ടും മെഡിക്കൽ സ്റ്റാഫുകളായിട്ടും അതുപോലെ അഡ്മിനിസ്ട്രേഷനായിട്ടും ഒരു ബന്ധം ഉണ്ടായിരിക്കുക, ഒരു കോപ്പറേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. Then assessment of the quality and extent of radiology service. റേഡിയോളജി സർവീസുകളുടെ ഗുണനിലവാരവും കൃത്യതയും, എക്സ്റ്റൻസസ് എന്ന് വെച്ചാൽ കൃത്യതയും വിലയിരുത്തുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പറയുന്നത്? കൃത്യമായിട്ടും നമ്മൾ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുണ്ടോ, കാര്യക്ഷമമായിട്ടാണോ, അവർ ആ ടൈം ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ടോ, പ്രോസസ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ, കൃത്യമായിട്ടുള്ള അളവിലാണോ പേഷ്യൻസുകൾക്ക് നൽകുന്നത്, ആ കറക്റ്റ് ടൈമിൽ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ കൃത്യത ചെയ്യുന്നുണ്ടോ എന്ന്, കൃത്യതയും വിലയിരുത്തലും. ഓക്കെ, നല്ല ക്വാളിറ്റി ആയിട്ട് നൽകുന്നുണ്ടോ, ഗുണനിലവാരവും കൃത്യതയും വിലയിരുത്തുക, അസസ്മെന്റ് ചെയ്യുക. Then all the reports are to be signed by radiologist. എല്ലാ റിപ്പോർട്ടുകളും റേഡിയോളജിസ്റ്റ് സൈൻ ചെയ്തിരിക്കണം. Those should be well trained and registered radiographers. അല്ലെ, അവിടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റില് ട്രെയിൻഡ് ആയിട്ടുള്ള രജിസ്ട്രേഡ് ആയിട്ടുള്ള റേഡിയോഗ്രാഫേഴ്സ് ആയിരിക്കണം ഉണ്ടായിരിക്കുന്നത്. At least one should be available on call all time. അല്ലെ, അതായത് അപ്പോ നല്ലൊരു ട്രെയിനിങ്സും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ആയിരിക്കണം. അതുപോലെ തന്നെ എല്ലാ സമയത്തും മീൻസ് ആ ഡിപ്പാർട്ട്മെന്റിലോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരാളും ഉണ്ടായിരിക്കണം എന്ന്. അതായത് അത്യാവശ്യത്തിന് കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കോൾ എടുക്കാനായിട്ട് ആ ഡിപ്പാർട്ട്മെന്റിൽ ഒരാളും ഉണ്ടായിരിക്കണം. ലാസ്റ്റ് വൺ നോക്കാം. The standard and regulations of Atomic Energy Regulatory Board AERB. അണ്ടർലൈൻ ചെയ്യാട്ടോ, AREB ആണ് കേട്ടോ, Atomic Energy Regulatory Board and the Division of Radiological Protection. Then next BARC, means Baffa Atomic Research Center. Baffa, അതായത് നമ്മൾ പറഞ്ഞില്ലേ ഫസ്റ്റ് സ്റ്റാർട്ടിംഗിൽ പറഞ്ഞു ഇതൊരു റിസർച്ച് സെന്റർ ആണ് അല്ലെ. അപ്പൊ അവര് കൃത്യമായിട്ടും ഈ റേഡിയേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഫോളോ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുകൊണ്ട് ARB യുടെയും അതുപോലെ തന്നെ BARC BARC യുടെയും
നിലവാരവും അതുപോലെ ആയിരിക്കണം ഹോസ്പിറ്റലും നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അവരുടെ പോലത്തെ റൂൾസുകളും റെഗുലേഷൻസ് ഒക്കെ ആയിരിക്കണം നമ്മൾ ഫോളോ ചെയ്യുവാൻ, ഒരു ഹോസ്പിറ്റലിൽ ഫോളോ ചെയ്യുവാൻ. ഓക്കെ, നെക്സ്റ്റ് 5 പോയിന്റ് ഉണ്ട്, വായിച്ചു നോക്കുക കേട്ടോ. 5 പോയിന്റ് വായിക്കാം. ഈ ഫുൾ ഫോമുകൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിക്കണേ. AERB, BARB വായിച്ചു നോക്കുക കേട്ടോ. പോയിന്റ്സ് വായിക്കുക, ഓരോ പോയിന്റും അർത്ഥം മനസ്സിലാക്കി വായിക്കാം. ബൈ ഹാർട്ട് ചെയ്തൊരിക്കലും വായിക്കരുത്. ഓക്കെ, മലയാളം നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ അർത്ഥം മനസ്സിലാക്കിയിട്ട് വായിക്കുക. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കും. ചില കാര്യങ്ങൾ നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് വേറെ ഒന്നുമില്ല, ARB, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, അതായത് എങ്ങനെയാണ് നമ്മള് കൃത്യമായിട്ടും റേഡിയേഷൻ നൽകേണ്ടതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ARB റെഗുലേഷൻ ബോർഡാണത്. അപ്പൊ അതില് കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മൾ എങ്ങനെയാണ് റേഡിയോ ഇത് കൊടുക്കേണ്ടതും. മീൻസ് ARB എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേഡിയേഷൻ ഉത്പാദിപ്പിക്കുന്ന ഉപകരണങ്ങൾ അതെങ്ങനെ സുരക്ഷിതമായിട്ട് കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു മീൻസ് കുറച്ച് റെഗുലേഷൻസും റൂൾസ് ഒക്കെ പറയുന്നുണ്ട്. സോ ഈ ARB പറയുന്നത് പോലെയും BRC അവരും ഇതുപോലെ തന്നെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നവരാണ്. സോ അങ്ങനെയുള്ള അവരെങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്, ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേണം ഹോസ്പിറ്റലും പാലിക്കുവാൻ. അവരുടെ ആ ഒരു റൂൾസും റെഗുലേഷൻസും ഫോളോ ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത്. കംപ്ലീറ്റ് ചെയ്തോ? നമ്മളുടെ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസ് എന്നൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പെട്ടെന്ന് കഴിഞ്ഞില്ലേ നമ്മുടെ ചാപ്റ്റർ? കഴിഞ്ഞോ? ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നോ? വലിയധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. അത്യാവശ്യം എന്താണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, അവിടുത്തെ പ്രൊട്ടക്ഷൻസും പ്രോസസ്സുകളും അല്ലെ, ഫ്ലക്ച്വേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നതാണ് ഞാൻ. നെക്സ്റ്റ് അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, നമുക്ക് ജസ്റ്റ് പഠിച്ച അത്രയും കാര്യങ്ങളൊന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ്ലി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ അധികം ഫുൾ ഫോമുകൾ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങളുടെ PDF തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഫുൾ ഫോമുകൾ വരുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ഓൾറെഡി ചാപ്റ്റർ വായിച്ചപ്പോൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, എങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഫുൾ ഫോമുകൾ നമുക്ക് എന്തായാലും ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലോ. അപ്പോ ജസ്റ്റ് ഒന്ന് ഞാൻ പറയുന്നത് പോലെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഫസ്റ്റ് വൺ CT സ്കാൻ. CT സ്കാൻ എന്താണ്? CT സ്കാൻ ഫുൾ ഫോം? CT അറിയില്ലാത്തവർ എഴുതി വെക്കുക കേട്ടോ. പറയുമ്പോ അത് എഴുതി പോവുക. CT സ്കാന്റെ ഫുൾ ഫോം എന്താ? കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ കേട്ടോ. കമ്പ്യൂട്ടർ ടോമോഗ്രഫി എഴുതി വെക്കുക കേട്ടോ. കമ്പ്യൂട്ടർ ടോമോഗ്രഫി.
കമ്പ്യൂട്ടർ എന്ന് കുറെ പേര് കമന്റ് ചെയ്തിട്ടോ. കമ്പ്യൂട്ടർ അല്ല, കമ്പ്യൂട്ടഡ്. ED ആണ്, ശ്രദ്ധിക്കുക. നമ്മുടെ ചില ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മതിയല്ലോ നമ്മുടെ ആ ഒരു മാർക്ക് പോകാനായിട്ട്, ഇല്ലേ? കമ്പ്യൂട്ടഡ് ആണ്, കമ്പ്യൂട്ടർ അല്ല, കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി. ഇത് കറക്റ്റ് ആയിട്ട് എഴുതി വെക്കാം. അതുകൊണ്ടാണ് അങ്ങനെ എഴുതി വെക്കാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വായിക്കുമ്പോൾ എനിക്കറിയാവുന്ന ഒരു അർത്ഥത്തിലായിരിക്കും ഇരിക്കുന്നത് എല്ലാവരും. കമ്പ്യൂട്ടഡ്. ഓക്കെ, കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി. പലരും കമ്പ്യൂട്ടർ എന്ന് ഞാൻ കമന്റിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത് കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി. Then next one, MRI. എന്താ MRI ഡബിൾ ഫോം? മാഗ്നറ്റിക് റിസോണൻസ് ഇമേജ്. ഓക്കെ, അടുത്തത് വരുന്നത് ആൻജിയോഗ്രഫി. എന്താണെന്ന് അറിയാലോ? ഇമേജിംഗ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ് ആണ് ആൻജിയോഗ്രഫി. അണ്ടർലൈൻ ചെയ്യാട്ടോ അവിടെ, ഇമേജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ്. ആൻജിയോഗ്രഫി എന്താണെന്ന്. ആൻജിയോപ്ലാസ്റ്റി നോക്കിയേ, അണ്ടർലൈൻ ചെയ്യാം. ബലൂൺ ഡയലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ് ആണ് ആൻജിയോപ്ലാസ്റ്റി. ആൻജിയോഗ്രഫി എന്ന് പറഞ്ഞാല് ബ്ലഡ് വെസലിലെ ട്രീറ്റ്മെന്റ് കണ്ടുപിടിക്കുകയാണ്. ആൻജിയോപ്ലാസ്റ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ബലൂൺ വെച്ചിട്ടുള്ള മീൻസ് ഇങ്ങനെയാണ് ആ ബ്ലോക്കിനെ മാറ്റുന്ന പ്രൊസീജിയർ ആണ് ആൻജിയോപ്ലാസ്റ്റി. ഗ്രഫി കണ്ടുപിടിക്കുക. ഓക്കെ, then next CT MRI നമ്മൾ നോക്കി. OPD അറിയാലോ, ഫുൾ ഫോം ആണ് ആദ്യം പറയുന്നത്. then AERB, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. AERB ഇമ്പോർട്ടന്റ് ആണ്. AERB. അതുപോലെ തന്നെ BARC, അതും ഇമ്പോർട്ടന്റ് ആണ്. BARC. Then IAEA important ആണ്, ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി. IAEA, ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി. Then TLD, thermoluminescent dosimeter. TLD, thermoluminescent dosimeter. Okay, ഇത്രയുമാണ് ഫുൾ ഫോംസ് വരുന്നത്. ഇനി നമുക്ക് ഈ ചാപ്റ്റർ ഫസ്റ്റ് തുടങ്ങിയൊന്നും റിവൈസ് ചെയ്യാനാണ് കേട്ടോ. ഇനി ഏതെങ്കിലും ക്ലാസ് മിസ് ആയിട്ടുള്ളവരാണെങ്കിൽ ശ്രദ്ധിക്കുക, അവർക്കും കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത്. ദെൻ നോക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ റേഡിയേഷൻ, റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസിൽ നമ്മൾ പറഞ്ഞു ഒരു ഹോസ്പിറ്റലിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഒരു പാർട്ടാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ റേഡിയൻ എനർജിയായിട്ടാണ് ഡീൽ ചെയ്തിരുന്നത്. മീൻസ് റേഡിയോ വികിരണങ്ങൾ വഴി നമ്മള് മീൻസ് വിഷ്വലൈസേഷൻ നമ്മുടെ ബോഡി പാർട്സിന്റെയോ ടിഷ്യൂസ് ഓർഗൻസിന്റെ വിഷ്വലൈസേഷൻ ആണ് മീൻസ് അവിടെ നടക്കുന്നത്. ദെൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI പറഞ്ഞത്. എക്സ്റേ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു റാപ്പിഡ് ആയിട്ടുള്ള പെയിൻ ഫ്രീ പ്രോസസ് ആണ്. ദെൻ നമ്മുടെ ബോൺസിന്റെയും എന്തെങ്കിലും മീൻസ് ഫ്രാക്ചർ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മള് ബോൺസിന്റെ ഒക്കെ ഫ്രാക്ചർ ഒക്കെ കണ്ടുപിടിക്കാനാണ് എക്സ്റേ ചെയ്യുന്നത്. ദെൻ അൾട്രാസൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുന്നത്. ദെൻ ഫോർഡിസം മീൻസ് ഒരു ഗർഭസ്ഥ ശിശുവിന്റെ നമ്മൾ അത് ഭ്രൂണത്തേക്ക് കാണാനൊക്കെയാണ് നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിങ് പ്രഗ്നൻസി ടൈമിലൊക്കെ ചെയ്യുന്നത്. ദെൻ CT സ്കാൻ കമ്പ്യൂട്ടർ ടോമോഗ്രാഫി സ്കാൻ ആണ്. ദെൻ നമ്മൾ പറഞ്ഞു ക്രോസ് സെക്ഷണൽ ഇമേജസ് ആണ് എടുക്കുന്നത്. പല കോണയിൽ നിന്നുമാണ് നമ്മൾ ഇമേജസ് എടുക്കുന്നത്. ദെൻ MRI സ്ട്രോങ് മാഗ്നറ്റിക് ആണ്. MRI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റിക്കും റേഡിയോയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു ലിഗ്മെന്റോ അല്ലെങ്കിൽ ടെൻഡൻസിന്റെയോ മറ്റ് അബ്നോർമാലിറ്റി ഒക്കെ നമ്മൾ നോക്കാനാണ് MRI ചെയ്യുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കിയത് ക്ലാസിഫിക്കേഷൻ ഓഫ് റേഡിയോളജിക്കൽ വർക്ക് ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ നമ്മൾ മൂന്നായിട്ട് പറഞ്ഞു: ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, ദെൻ ഇന്റർവെൻഷണൽ റേഡിയോളജി, റേഡിയേഷൻ ഓങ്കോളജി അല്ലെ. ഡയഗ്നോസ്റ്റിക് റേഡിയോളജിയിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എക്സ്റേയും
അൾട്രാസൗണ്ടും CT സ്കാനൊക്കെ വരുന്നത്. മീൻസ് നമ്മൾ കണ്ടുപിടിക്കുകയാണ് അല്ലെ അസുഖം എന്താണെന്ന് എക്സ്റേ ചെയ്തും സൗണ്ട് ചെയ്തും അല്ലെങ്കിൽ CT സ്കാനിലൂടെയൊക്കെ അസുഖത്തെ കണ്ടുപിടിക്കുകയാണ്. ഡയഗ്നോസ്റ്റിക് ആണ് അല്ലെ കണ്ടെത്തുന്നു. ഇന്റർവെൻഷണൽ എന്ന് പറയുമ്പോൾ അതിൽ മൂന്നായിട്ട് പറയുന്നതാണ് ഇമേജിംഗ് ട്രീറ്റ്മെന്റ് ഓഫ് ആൻജിയോഗ്രഫി, അതുപോലെ തന്നെ ബയോപ്സി പ്രൊസീജിയർ, ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ്സ് കണ്ടെത്തുന്നതിനായിട്ടുള്ളതാണ് ബയോപ്സി ചെയ്യുന്നത്. ആൻജിയോ പിന്നെ കാർഡിയാക് കത്തീഡ്രൈസേഷൻ അല്ലെ നമ്മൾ പറഞ്ഞു. കാർഡിയാക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ട്യൂബൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഹാർട്ടിന്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ദെൻ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ ബലൂൺ ഡയലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ് ആണ്. ദെൻ റേഡിയേഷൻ ഓങ്കോളജി ആണ് അല്ലെ. ഓങ്കോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻസർ പേഷ്യൻസിന്റെ തെറാപ്പി ആണ് അത്. ഇനി നമ്മൾ ലൊക്കേഷൻ പറഞ്ഞു. ലൊക്കേഷൻസിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് വരുന്നത്. ദെൻ നമ്മൾ പറഞ്ഞു എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ പെട്ടെന്ന് തന്നെ പേഷ്യൻസിനും ഇൻപേഷ്യൻസിനൊക്കെ വരാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അതർ ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഇടയിൽ കൊണ്ടുവയ്ക്കാൻ പാടില്ല. അങ്ങനെ കുറച്ച് ലൊക്കേഷൻസിന്റെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞത്. നെക്സ്റ്റ് വൺ പറഞ്ഞത് ഫിസിക്കൽ ഫെസിലിറ്റീസ് അല്ലെ. എന്തൊക്കെയാണ് വേണ്ടത്? വെയിറ്റിംഗ് റൂം വേണം, റിസപ്ഷൻ കൺട്രോൾ വേണം, എന്നിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മൾ റിസ്കുകൾ പറഞ്ഞു. ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ് റിസ്ക്. അപ്പോ സെർവർ എഫക്ട് എന്തൊക്കെയാണ്? ക്രോണിക് ഇഫക്റ്റുകൾ അല്ലെ. സെറിബ്രൽസ് മീൻസ് നമ്മുടെ തലച്ചോറുമായിട്ടുള്ളത് എന്തൊക്കെയാണ് അല്ലെ. നമ്മൾ പറഞ്ഞു വിറയൽ വരാം, കാഴ്ച മങ്ങിയൽ, അതുപോലെ തന്നെ തലവേദന അല്ലെ. എന്നിങ്ങനെയൊക്കെയാണ് നമ്മുടെ തലയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. ദെൻ ഗ്യാസ്ട്രിക്, ഗ്യാസ് സംബന്ധമായിട്ട് എന്തെല്ലാം ഇഷ്യൂസ് വരുന്നത് അല്ലെ. നോസിയ മീൻസ് ഒക്കാനം വരാ, ഛർദിക്കാൻ വരിക, വയറിന്റെ ഒരു സൈഡിൽ നിന്നിട്ടുള്ള വേദനയും മറ്റും വരുന്നത്. ദെൻ ബ്ലഡ് പരമായിട്ട് അനീമിയ, നാരോ ഡിപ്രഷൻ അല്ലെ. മീൻസ് നഖം പൊട്ടുക, അങ്ങനെയുള്ള പ്രോബ്ലംസ്. ഇനി ക്രോണിക് ഇഫക്റ്റ്. ക്രോണിക് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ദീർഘകാലം നിലനിൽക്കുന്ന ഇഫക്റ്റുകൾ എന്തൊക്കെയാണ്? ഹെയർ ലോസ് വരാം, നഖം പൊട്ടുക, അതുപോലെ തന്നെ മുടി കൊഴിച്ചില്ല, അനീമിയ, ലുക്കീമിയ, ഇതൊക്കെയാണ് നമ്മൾ ബ്ലഡ് സംബന്ധമായിട്ട് നീണ്ടു നിൽക്കുന്നത് ക്രോണിക് ആയിട്ട് പറയാൻ പറ്റുന്നത്. ദെൻ ഐയില് കണ്ണ് സംബന്ധമായിട്ട് കാറ്ററാക്ട്, തിമിരം വരിക. ദെൻ ഒബ്സിറ്റി മീൻസ് വണ്ണം, ക്യാൻസർ, മങ്ങിയത തുടങ്ങിയവ. ഓക്കെ. ഇനി നമ്മുടെ റെഗുലേറ്ററി ബോഡിയാണ് പറഞ്ഞത് അല്ലെ. AERB, അതായത് കേന്ദ്ര ഗവൺമെന്റ് രൂപരേഖ നൽകിയിട്ടുള്ളതാണ് AERB എന്ന് പറയുന്നത്. AERB എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ന്യൂക്ലിയർ റേഡിയേഷൻ ഉത്പാദിപ്പിക്കുന്ന ഉപകരണങ്ങൾ അത് എങ്ങനെയാണ് റേഡിയേഷൻ ചെയ്യേണ്ടത്, സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള കുറച്ച് പ്രൊസീജിയേഴ്സും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നൽകുന്ന ഒരു ഏജൻസിയാണ് AERB എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ഫുൾ ഫോം ചോദിക്കാറുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കിയത് ഡയഗ്നോസ്റ്റിക് ഏരിയ. ഈ ചികിത്സാ മുറി എങ്ങനെയൊക്കെ ആയിരിക്കണം അല്ലെ. അത് മനസ്സിലാക്കി വായിക്കാണ്ട് നിങ്ങൾ ഹാർഡ് ചെയ്തതിന് എളുപ്പം അത് മീനിങ് മനസ്സിലാക്കി വായിച്ചിട്ട് നോക്കുക. അപ്പോ ഡയഗ്നോസ്റ്റിക് ഏരിയയിൽ നമ്മൾ പറഞ്ഞു ഒറ്റപ്പെട്ട ഒരു ഏരിയയിലായിരിക്കണം, ഒറ്റപ്പെട്ട മുറികളൊക്കെ ആയിരിക്കണം. ദെൻ 12 മീറ്റർ വരെ ആളുകൾ വരാൻ പാടില്ല. പിന്നെ നമ്മൾ പറഞ്ഞു വിൻഡോസ് ഒക്കെ കഴിവതും ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ എന്താ പറഞ്ഞത്? 9 ഇഞ്ച് കട്ടിയുള്ള കോൺക്രീറ്റ് വാൾസുകളൊക്കെ ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. പിന്നെ മിനിമം ഫർണിച്ചറും കാര്യങ്ങളും വേണം. വെന്റിലേഷൻസ് ഉണ്ടായിരിക്കണം അല്ലെ. അതായത് ഫ്യൂം ഫുഡ്സ് മീൻസ് പുക, നീരാവി ഒക്കെ പുറത്തേക്ക് പോകാനായിട്ടുള്ള അത്യാവശ്യത്തിനുള്ള വെന്റിലേഷൻ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുക. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞു ലാബ് മുകളിലാണെങ്കിൽ അത്യാവശ്യം ഫ്ലോറ് നല്ല കപ്പാസിറ്റി ഉണ്ടായിരിക്കണം അല്ലെ. അതായത് മെഷീൻസുകളും എക്യുപ്മെന്റുകളൊക്കെ ഫ്ലോറിൽ കൊണ്ടുപോകാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ദെൻ നമ്മൾ നെക്സ്റ്റ് നോക്കിയത് പ്രൊട്ടക്ഷൻ ആണ് അല്ലെ. അപ്പോ അതില് ഒരു ഫുൾ ഫോം പറഞ്ഞു ഇന്റർനാഷണൽ അറ്റോമിക് എനർജി. അതായത് അയോണൈസ് റേഡിയേഷനുമായിട്ട് സമ്പർക്കം പുലർത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കേണ്ട പ്രൊട്ടക്ഷൻസുകൾ അല്ലെ. അപ്പോ 3 ടൈപ്പ് പ്രൊട്ടക്ഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ അല്ലെ. അത് ഒക്യുപേഷൻസ് മീൻസ് അവിടെ നിൽക്കുന്ന തൊഴിലാളികൾക്കുള്ള പ്രൊട്ടക്ഷൻ. തൊഴിലാളികളെ അവരുടെ ജോലിയുമായിട്ട് നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും അവർക്കുള്ള പ്രൊട്ടക്ഷൻസ് നമ്മൾ പറഞ്ഞില്ലേ. എന്താണ്? അവർക്ക് എപ്രോൺ ധരിക്കുക, അല്ലെങ്കിൽ ഗ്ലൗസ്, ഗൂഗിൾസ് ഇതെല്ലാം കൊടുക്കുക, അങ്ങനെയുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുക. ദെൻ മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ അല്ലെ. പേഷ്യൻസിന്റെ സംരക്ഷണം, പേഷ്യൻസിനും കറക്റ്റ് അളവിലായിട്ടുള്ള റേഡിയേഷൻസും മറ്റും ഡോസുകളൊക്കെ കൃത്യമായിട്ട് പാലിക്കുക. ദെൻ പബ്ലിക് റേഡിയേഷൻ, പബ്ലിക്കിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കുക? ഒരു പോപ്പുലേഷൻ മീൻസ് അത് പൊതുജനങ്ങളിൽ വ്യക്തിഗത മീൻസ് അവർക്ക് ജനസംഖ്യയുമായിട്ടും
അതായത് ഇൻഫെക്ഷൻസ് ഒന്നും വരാത്ത രീതിയിൽ പ്രൊട്ടക്റ്റബിൾ ആയിരിക്കണം. ദെൻ ലാസ്റ്റ് നമ്മൾ നോക്കിയത് എന്തെല്ലാം പ്രൊട്ടക്ഷൻസ് കൊടുക്കുകയാണ്, പേഷ്യൻസിന് എന്തെല്ലാം പ്രൊട്ടക്ഷൻസ് നൽകണം, ദെൻ സ്റ്റാഫുകൾക്ക് കൊടുക്കേണ്ട പ്രൊട്ടക്ഷൻസ്, ദെൻ പബ്ലിക്കിന് കൊടുക്കേണ്ട പ്രൊട്ടക്ഷൻസ്. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞ പേഷ്യൻസിന് കറക്റ്റ് അളവിൽ കൊടുക്കുക, ദെൻ ഷീൽഡിങ് കവചം കൊടുക്കണം, അതുപോലെ തന്നെ മെഷീൻസ് അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പാലിക്കുക. ദെൻ റെഡ്യൂസ് മീൻസ് അധികം ടൈം നമ്മൾ എക്സ്റേ അവിടെ ഇരിക്കുന്ന ഒരു ടൈമും പരമാവധി ആവശ്യത്തിന് മാത്രം പേഷ്യൻസിനെ ആ ഒരു മുറിയിൽ പ്രവേശിപ്പിക്കുക. ദെൻ സ്റ്റാഫുകൾക്ക് കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം, കൺട്രോൾ പാനൽ മെഷീൻസ് തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, അപ്രോക്സ് ഗ്ലൗസും മറ്റും ധരിക്കണം. ദെൻ PID ഡോസിമീറ്റർ ഇമ്പോർട്ടന്റ് ആണ്, ഇൻസ്ട്രുമെന്റ് ആണ്. ഒരു പീരീഡിൽ നമ്മൾ എത്രത്തോളം റേഡിയേഷൻസിന്റെ അളവ്, നമ്മൾ നൽകുന്ന റേഡിയേഷന്റെ അളവ് മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഡോസിമീറ്റർ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ എവറി മന്തിൽ കൊടുക്കുന്ന, എല്ലാ മന്തിൽ കൊടുക്കുന്ന റേഡിയേഷന്റെ അളവ് എത്രത്തോളം ഉണ്ടെന്ന് മോണിറ്റർ ചെയ്യും. ദെൻ നമ്മൾ ഇനി പബ്ലിക്കിന് നമ്മൾ പറഞ്ഞു ഒരു ഡിസ്റ്റൻസ് ഒക്കെ പൊതു ഏരിയയിൽ നിന്നും മാറ്റി വയ്ക്കുക, വാർണിംഗ് ബോർഡ്സുകൾ വെക്കുക, ദെൻ യെല്ലോ ഗ്ലൗസ് റേഡിയേഷൻ ഏരിയ എന്നുള്ള സൈൻ ബോർഡുകൾ വെക്കുക. ദെൻ മനഃപൂർവ്വമല്ലാതെ നമ്മൾ പെട്ടെന്ന് ആ റൂമിലോട്ട് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, റെഡ് ലൈറ്റുകൾ, കത്തിക്കിടക്കുന്ന ലൈറ്റുകൾ ഡോർസിന് മുകളിലായിട്ട് ലാമ്പ് വെക്കുക. ദെൻ അതിന്റെ ഒരു ഇതൊന്ന് ഓർത്തിരിക്കണം കേട്ടോ, പിക്ചർ ചിലപ്പോൾ എക്സാമിന് എന്തിനാണെന്നൊക്കെ ചോദിക്കാം. നമുക്ക് വായിച്ചാൽ മനസ്സിലാകും ഹൈ റേഡിയേഷന്റെ ആണ്. ലാസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേഷൻ ഹോസ്പിറ്റലിൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്ത് കാര്യങ്ങൾ അല്ലെ. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞു കിടപ്പ് രോഗികൾ അധിക ടൈം എന്താണ് കാത്തിരിപ്പ് ടൈം കിടപ്പ് രോഗികൾക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ എന്താണ് മറ്റ് ഹോസ്പിറ്റലിന്റെ പോളിസി കൃത്യമായിട്ടുള്ള ടൈം ഷെഡ്യൂളിങ് പാലിക്കുക. ദെൻ അധികം വെയിറ്റിംഗ് ടൈം ഒക്കെ മാക്സിമം ഒഴിവാക്കുക. ദെൻ മെയിൻ്റെനൻസും എക്യുപ്മെന്റ് ഒക്കെ എന്ത് ചെയ്യാം, സർവീസ് ചെയ്യുക, അറ്റകുറ്റപ്പണികളൊക്കെ കൃത്യമായിട്ട് നടത്തുക. ഇതുപോലെ റേഡിയോളജി വിഭാഗം മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും മറ്റ് മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ടും ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കുക. ദെൻ ക്വാളിറ്റി നല്ലൊരു സർവീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ദെൻ റിപ്പോർട്ടുകൾ സൈൻ ചെയ്യേണ്ടത് റേഡിയോളജിസ്റ്റ് ആണ്. അതുപോലെ തന്നെ വെൽ ട്രെയിനഡ് ആയിട്ടും രജിസ്ട്രേഡ് ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കണം അതിലുണ്ടായിരിക്കേണ്ടത്. ദെൻ എപ്പോഴും വിളിക്കുമ്പോൾ ഒരാൾ കോൾ എടുക്കാനായിട്ട് അറ്റൻഡ് ചെയ്യാൻ ഉണ്ടായിരിക്കണം. ലാസ്റ്റ് വൺ പറഞ്ഞത് AERBയും അതുപോലെ VRCയിൽ അവിടെ ഫോളോ ചെയ്യാൻ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മളെ ഹോസ്പിറ്റലിൽ കൃത്യമായിട്ട് പാലിക്കുക. ഓക്കെ, അപ്പോ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ പഠിച്ചത്. ക്ലിയർ ആണോ? ഏതെങ്കിലും ക്ലാസ് മിസ്സായിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഒന്നുകൂടി അത് റിവൈസ് ചെയ്തത്. കാരണം ഇത് നമ്മൾ പഠിക്കാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, ഒരു ഏരിയ ആണല്ലോ. അതുകൊണ്ടാണ് കുറച്ചും കൂടി അത് ഞാൻ അടുത്ത ചാപ്റ്ററിലേക്ക് പോകാതെ കുറച്ചും കൂടി പറഞ്ഞത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? കുഴപ്പമില്ലല്ലോ? ഇനി അത്യാവശ്യം ഒന്ന് വായിച്ചാൽ മനസ്സിലാകുമല്ലോ, വലിയ ബുദ്ധിമുട്ടില്ലല്ലോ കേട്ടോ. അതുകൊണ്ടാണ് ചാപ്റ്റർ നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. കുഴപ്പമില്ല, ഇതൊന്ന് ക്ലിയർ ആയിട്ട് മതി. ഓക്കെ, അപ്പോ ഇനി നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് വരുന്നത് ലബോറട്ടറി എന്നൊരു ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ മെയിൻ നമ്പർ ഞാൻ നോക്കിയിട്ടില്ല, ലബോറട്ടറി സർവീസ്. ഓക്കെ, അപ്പൊ അത് കുഴപ്പമില്ല, അത്യാവശ്യം നിങ്ങൾക്ക് കുറച്ചറിയാവുന്ന കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോ ഈ ചാപ്റ്റർ ക്ലിയർ ആണ് എല്ലാവർക്കും? ഓക്കെ ആണോ? ചാപ്റ്റർ 3 ആണ്. ഓക്കെ, ലബോറട്ടറി സർവീസ് കേട്ടോ. നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ, അതായത് ഇനിയിപ്പോ നമുക്ക് തേഴ്സ്ഡേയിലെ ക്ലാസ് വരുന്നത് തേഴ്സ്ഡേ വരുമ്പോ. ഓക്കെ, അപ്പോ എടുത്തത്രയും ഓക്കെ ആണോ? ഈ ഒരു റേഡിയേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ വലിയ അധികം പഠിക്കാനില്ല, അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ലല്ലോ? പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഈ ഒരു ചാപ്റ്റർ? മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ ആണോ? റിവൈസ് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ. അപ്പോ നന്നായിട്ടൊക്കെ വായിക്കാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ ആയിരിക്കും ലബോറട്ടറി സർവീസ്. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം.